കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസങ്ങളും നിങ്ങൾ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ദൈവം നിങ്ങളെ നടത്തട്ടെ. വളരെ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. കാരണം വളരെ ഗൗരവമായ സന്ദേശമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. യോബിൻ്റെ 3 സ്നേഹിതന്മാർ ആയിട്ടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം. ആത്മീയ മേഖലകളിലെ ചില അധപ്പതനങ്ങൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത്, പങ്കുവെക്കുന്നത്. ആത്മീയ മേഖലയിൽ തല ഉയർത്തപ്പെട്ടിരിക്കുന്ന ഏലിഫസിനെ പോലെയുള്ള ഫിൽദാദിനെ പോലെയുള്ള ധിക്കാരികളായ ആളുകൾ ഇന്ന് ആത്മീയ മേഖലകളിൽ എല്ലാ സാമുദായിക മേഖലകളിലും ഉണ്ടെന്ന് മറന്നു പോകരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അഹങ്കരിക്കുന്നവരെ കൂട്ടി നടത്തുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമല്ല. നിഗളിക്കുന്നവരെയോ അഹങ്കരിക്കുന്നവരെയോ ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എത്ര സ്നേഹിതനായാലും അബദ്ധങ്ങൾ പറയുന്നതിന് കൂട്ടുനിൽക്കുവാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. യോബിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമ്മൾ യോബ് അനുഭവിച്ച വേദനകളുടെ മുഖ്യ ധാരകൾ, അതിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച പ്രാണസ്നേഹിതന്മാർ, ദൈവത്തിനു സ്തോത്രം, അത് നമ്മൾ പിന്നെയും കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ബിൽദാദിൻ്റെ 2ാം പ്രതിപാദം എന്ന വിഷയം, അല്ലെങ്കിൽ രണ്ടാമതായി വായു തുറന്ന് ബിൽദാദ് പറഞ്ഞ കാര്യം നമ്മൾ പങ്കുവെക്കാൻ പോവുകയാണ്. ബിൽദാദ് എന്ന് പറയുന്നത് വളരെ ശാന്തനായ, മറ്റു 2 പേരെക്കാൾ വളരെ ശാന്തനായ ഒരു വ്യക്തിയാണ്. ദൈവത്തിനു സ്തോത്രം. ബിൽദാദിനെ കുറിച്ച് പ്രാരംഭം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 2ാമത്തെ അധ്യായം ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ അധ്യായം നമ്മൾ 18ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. 18ാമത്തെ അധ്യായത്തിൽ ബിൽദാദ് ഇയ്യോവുമായി സംസാരിക്കുന്ന വാക്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ബിൽദാദ് എന്ന് പറയുന്ന മനുഷ്യനൊരു ഈ വന്ന സ്നേഹിതന്മാരിൽ 3 പേരിൽ വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ്. കൂടുതലും പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്ന. 8ാം അധ്യായം ഒക്കെ അതിൻ്റെ 8ഉം 9ഉം 10ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ശാന്തമായി വേദനിപ്പിക്കുന്നവൻ, ശാന്തമായി വേദനിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വളരെ മൃദുവായി സംസാരിക്കുക, വളരെ മൃദുവായ നിലയിൽ കുറ്റപ്പെടുത്തുക, അത് നമുക്ക് വളരെ താമസിച്ചേ അത് മനസ്സിലാക്കുകയുള്ളൂ. എന്നോട് ആ വ്യക്തി സംസാരിച്ചത് അവൻ എനിക്കിട്ട് പണിയായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിരിക്കും. ശാന്തമായി എന്ത് ചെയ്യുക, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകൾ, അവർ പരോക്ഷമായി വെളിപ്പെടുകയില്ല. അവർ നമ്മളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച് 2 കവളിലും ചുംബനമൊക്കെ നൽകി, എന്താ പറയുന്നത്, വളരെ നമ്മളോർക്ക് ഇതുപോലത്തെ ആത്മാർത്ഥ സ്നേഹിതൻ വേറെ ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. ചക്രവാക്കും മുഖസ്തുതിയും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഒപ്പം നിന്ന്, വേണമെങ്കിൽ നമ്മുടെ ഒപ്പം നിന്ന് പ്രസംഗിക്കും, പാട്ടുപാടും, ദൈവത്തിനു സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ
പുകഴ്ത്തി പറയും, ഇതെല്ലാം ചെയ്യുവാൻ തയ്യാറാണ്. പക്ഷേ ശാന്തമായി വേദനിപ്പിക്കുന്ന, ശാന്തമായി കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ പിന്തുടരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ. ബിൽദാദ് എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. വളരെ ശാന്തമായ സംസാര വാക്കുകളിൽ കൂടെ വളരെ ആഴമായി മുറിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, ആഴമായി കുറ്റപ്പെടുത്തുന്ന ആ വ്യക്തി, ആഴമായി ആക്ഷേപിക്കുന്ന വ്യക്തി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളവരുടെ വാക്ക് വളരെ മൃദുവാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ നാവിൽ സർപ്പത്തിൻ്റെ വിഷപ്പല്ല് അവരുടെ ജീവിതത്തിലുണ്ട്. സർപ്പത്തിൻ്റെ വിഷപ്പല്ല് അത് ആഴത്തിൽ നമ്മെ മുറിപ്പെടുത്തി ഈ വിഷം അങ്ങ് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ആഴമായി ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമായ കാര്യമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത്. യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരുമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ടുപോകുമോ? ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവന്റെ അഗ്നിജാല പ്രകാശിക്കുകയില്ല. യോബ് ഒരു ദുഷ്ടനാണെന്ന് വളരെ ശാന്തമായി അവതരിപ്പിക്കുകയാണ്. യോബ് ഒരു ദുഷ്ടനാണെന്ന് ശാന്തമായി അവതരിപ്പിച്ച് അവന്റെ വാക്കുകൾക്കകത്ത് സർപ്പവിഷയം വിഷം എന്ത് ചെയ്തിരിക്കുകയാണ്? ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ശാന്തമായി എന്ത് ചെയ്യുക? സർപ്പവിഷം ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ആഴത്തിൽ കയറ്റിവിടുന്ന ബിൽദാദിനെ പോലെയുള്ള ആളുകൾ സഭയ്ക്കകത്തുണ്ടോ? നമ്മുടെ സ്നേഹിതന്മാരായിട്ടുണ്ടോ? അവരധികം ഒന്നും സംസാരിക്കത്തൊന്നുമില്ല. നമ്മൾ പറയലേ, അദ്ദേഹം വളരെ ശാന്തനാകട്ടോ, അദ്ദേഹം അധികം ഒന്നും എന്ത് ചെയ്യത്തില്ല, സംസാരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരാൾ കോപത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ശാന്തമായി ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ മറ്റു ചിലർക്ക് കഴിയുമെന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. പിതാകം പറയുകയാണ്, യോബ് ഒരു ദുഷ്ടനായ മനുഷ്യനാണ്, അതുകൊണ്ട് ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും. ഹല്ലേലൂയ. അവന്റെ അഗ്നിയാല പ്രകാശിക്കുകയില്ല. ഇന്ന് രാവിലെ സമയത്ത് നിന്നെ നോക്കി, നീ ദുഷ്ടനാണ്, നിനക്ക് മുന്നേറാൻ പറ്റുകയില്ല, ഇനി നിനക്ക് പ്രകാശപൂരിതമായി മാറുവാൻ കഴിയത്തില്ല, നീ ഇനി ഒരിക്കലും കരേറി വരികയില്ല എന്ന് നിന്നെ നോക്കി ആരെങ്കിലും വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയാം, ആമേൻ, നിന്നെ പ്രകാശപൂരിതമാക്കുവാൻ ആമേൻ പുകയുന്ന തിരിയെ കെടുത്തുകയില്ല എന്ന് തിരുവെഴുത്ത് പറയും പ്രകാരം നിന്നെ പ്രകാശപൂരിതമാക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. കുഞ്ഞെ, നീ അടിപതറിപ്പോകരുത്. കഴിഞ്ഞ നാളുകളിൽ നീ ശുശ്രൂഷിച്ച, നീ പ്രാർത്ഥിച്ച, നീ മുന്നേറിയ മേഖലകളിൽ ആമേൻ നിനക്കൊരു വലിയ പ്രകാശപൂരിതമായ അനുഭവമുണ്ട്. നിന്നെ നോക്കി പലരും പറഞ്ഞു, നീ ഇനി പൊങ്ങുകയില്ല, എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുമെന്നുള്ള ഒരു ദൂരം കൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെയുള്ള സ്നേഹിതന്മാര് താങ്കൾക്കുണ്ടോ? താങ്കളുടെ തോളത്ത് കൈയിടുന്ന, താങ്കളുടെ കൂടെ ഒന്നിച്ച് ഇരിക്കുന്ന, കിടക്കുന്ന, ഭക്ഷിക്കുന്ന സ്നേഹിതന്മാർ അവസാനം നിന്നെ വളരെ ശാന്തമായി ആഴത്തിൽ മുറിപ്പെടുത്തി വേദനിപ്പിച്ച് അവഹേളിച്ച് ആക്ഷേപിച്ച് പോകുന്ന സ്നേഹിതന്മാരുണ്ടോ? അത് ഉണ്ടെങ്കിൽ തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പറയും, അച്ചാച്ചന് എത്ര അടി കിട്ടിയാലും മതിയാകുകയില്ല.
സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മുറിവേൽക്കുന്ന അനുഭവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ അധ്യായത്തിനകത്ത് ഏകദേശം ഇയ്യോബിനെ ആക്ഷേപിക്കുന്ന ദുഷ്ടന്മാർക്ക് വരുന്ന ഏകദേശം 30 വിപത്തുകളെ പറ്റി നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ദുഷ്ടന്മാർക്ക് വരുന്ന 30 വിപത്തുകളെ കുറിച്ച് ഈ അധ്യായത്തിൽ ബിൽദാദ് ശാന്തമായി രേഖപ്പെടുത്തിയിരിക്കുക. അതിൽ 1-2 കാര്യങ്ങളാണ് ഞാനിവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിനു സ്തോത്രം. യോബ് ദുഷ്ടനാണ്, വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജാല പ്രകാശികയിൽ അവൻ്റെ കൂടാരം, കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും. ദൈവത്തിനു സ്തോത്രം. ഇതൊക്കെയാണ് ബിൽദാദിൻ്റെ ശാന്തമായ വാക്കുകൾ. പിന്നെ ഒരു 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ നിവാസത്തിൽ ഗന്ധകം പെയ്യും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി നിന്റെ കൂടാരത്തിനകത്തേക്ക് വന്നുപെട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വന്നുപെടുമ്പോൾ അത് ദൈവത്തിൻ്റെ ഗന്ധകമാണെന്ന് പ്രഖ്യാപനം നടത്തുന്ന ബിൽദാദിനെ പോലെയുള്ള ദുഷ്ടകൂട്ടുകാര് നമ്മുടെ മേഖല വിട്ടു മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് ഇയ്യോബ് അനുഭവിക്കുന്ന സകല ദുരന്തങ്ങൾക്കും കാരണം അവന്റെ ജീവിതത്തിന്റെ ദുഷ്ടതയാണെന്ന് പ്രഖ്യാപനം നടത്തുന്ന സ്നേഹിതന്മാര് ഇയ്യോബിന്റെ ഒപ്പം കൂടിയിട്ട് അവനെ ആക്ഷേപിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്നേഹിതന്മാരുണ്ടാകാം. മാറി നിന്ന് കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുന്ന, അവൻ അത് തന്നെ വരണമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടോ? അങ്ങനെ നിന്റെ ഏറ്റവും അടുത്ത തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ അങ്ങനെ നിന്നെക്കുറിച്ച് മറ്റൊരിടത്ത് പറഞ്ഞെന്ന് പറയുമ്പോൾ എത്രമാത്രം ആഴത്തിലുള്ള മുറിവ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള മേഖലകളെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ബിൽദാദ് എന്ന് പറയുന്ന സ്നേഹിതൻ നിനക്കൊണ്ടോ? ഉണ്ടെങ്കിൽ അവൻ മധുരവാക്കുകൾ, മൃദുവായ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് വിഷം നിന്റെ ശരീരത്തിലേക്ക് ആഴത്തിൽ നൽകുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങളെ, അവന്റെ സ്വാധീനതകളെ, അവന്റെ മൃദുവാക്കുകളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അത് പൂർണ്ണമായി മാറട്ടെ. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും നമ്മെ സംരക്ഷണം ചെയ്യട്ടെ. ഇന്ന് അത് നാം തിരിച്ചറിയണം. അവന്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും. ഹല്ലേലൂയ. എത്ര വൃത്തികെട്ട വാക്കാ പറയുന്നത്. അവന്റെ സ്ഥലം ശപിക്കപ്പെട്ടു പോകും. നമുക്കറിയാം, തീയും ഗന്ധവും കൂടെ വീണതായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ സ്ഥലം നമുക്കറിയാം. സോദോം ഗൊമോറ അല്ലേ? തീയും ഗന്ധവും അവിടെ കത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അത് ശാപമായി മാറിയ സ്ഥലം നിർജീവമായി മാറി. എന്ന് പറഞ്ഞാൽ ഇയ്യോബേ, നിന്റെ വീട് ശാപമായി മാറിയിരിക്കുകയാ. നിന്റെ വീട് നിർജീവമായി മാറിയിരിക്കുക. അവിടെ ഇനി ഒരു ഉൽപ്പത്തിയും ഉണ്ടാകുകയില്ല. ഇനി അവിടെ ഒരു ജനനവും ഉണ്ടാകുകയില്ല. ഇനി അവിടെ ഒരു ജീവനും ഉണ്ടാകുകയില്ല. ഇതല്ലേ എന്റെ അർത്ഥം. പതിനേഴാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. 18:17. അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും, തെരുവീതിയിൽ അവന്റെ പേരില്ലാതാകും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ:
നല്ല നല്ല ആളുകൾ മരിക്കുമ്പോൾ അവരുടെ സ്നേഹിതന്മാരും വീട്ടുകാരും ഒക്കെ കൂടുമ്പോൾ നല്ല ഓർമ്മകൾ പങ്കുവെക്കും. സ്തോത്ര സ്മരണ ആമേൻ വാക്കുകൾ പറയും. എന്നാൽ ഇയ്യോബേ, നീ തട്ടിപ്പോയാൽ ഹല്ലേലൂയ അങ്ങനെ ഒരു ഓർമ്മ പോലും ഉണ്ടാകത്തില്ലെന്ന ഈ വൃത്തികെട്ട ബിൽദാദ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് ദൈവമക്കളോടും ദൈവദാസന്മാരോടും എനിക്ക് പറയുവാനുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സ്നേഹിതന്മാരെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകുമ്പോൾ നീ പോകുന്ന പാത വലിയ അപകടകരമായ തലത്തിലെത്തുമെന്നും നീ അറിയാതെ ശാപവാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിന്നോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യുന്ന മേഖലകളെ നീ തിരിച്ച് അറിയണമെന്നും ദൈവാത്മാവ് ഇന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്തത് പറയുന്നത് 19-ാമത്, സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതായിരിക്കും, അവന്റെ പാർപ്പിടം അന്യം നിന്ന് പോകും. സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ, സ്വന്തം ജനത്തിന്റെ ഇടയിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതായിരിക്കും. ഹല്ലേലൂയ. തലമുറ പോലും, എത്ര വേദനിക്കുന്ന വാക്കുകളല്ലേ, തലമുറകളെ പോലും ഇല്ലാതാവുമെന്ന്. ഇയ്യോബ് പ്രാപിച്ചെടുക്കാൻ പോകുന്ന ആ ദൈവികമായ പദ്ധതി, അതിന്റെ പ്ലാനിലേക്ക് ഇയ്യോബ് കടക്കാൻ പോകുന്നതിന്റെ ഗൗരവം ഈ ബിൽദാദിന് മനസ്സിലാക്കാതെ ബിൽദാദ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകേണ്ട, അവൻ സ്നേഹത്തോടെ ആഴത്തിൽ വിഷം കുത്തിവെക്കുകയായിരുന്നു. നീതികെട്ടവന്റെ വാസസ്ഥലം എങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവന്റെ ഇടം ആവണ്ണം തന്നെ. നീ ഒരു നീതികെട്ടവനാണ്, നിന്റെ വാസസ്ഥലം ഇങ്ങനെയായിരിക്കും. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുവേലക്കാരെ, ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി പറയട്ടെ, ബിൽദാദിനെ പോലുള്ള സ്നേഹിതന്മാരെ എത്രയും വേഗത്തിൽ തിരിച്ചറിയുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ബിൽദാദ് പോലെയുള്ള സ്നേഹിതന്മാർ ആഴമേറിയ സർപ്പവിഷം ഇറക്കി വിടുമ്പോൾ ഞങ്ങളെ സൂക്ഷിപ്പാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.